ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എനിക്കും അതെ, ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാവരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്നാ ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടോ? കണ്ടു എന്ന് മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെയും ക്ഷണിക്കാം. ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണമായതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക. എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം. കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിലുള്ള കാശൊക്കെ എന്റെ ഉണ്ട്. നിനക്ക് ഇത്തിരി പൊന്നും ഉടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓടണ്ട, നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പോട്ടിനോട് എങ്ങനെയാ വീട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ കടന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്റെ അല്ലേ? പിന്നെ എങ്ങനെയത് കടാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എന്തും. രാമവർമ്മയുടെ തീരുമാനം പറഞ്ഞില്ല. സത്യം പറഞ്ഞ അടിയന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വരൂപത്തിന്റെ ഭാവി തന്നെ നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രാജ്യം പോയി, അധികാരം നഷ്ടപ്പെട്ടു, രാജ്യം മന്ത്രിമാർ കൈയടക്കിയപ്പോ രാജാവിന് രാജാവെന്ന പേര് മാത്രം ബാക്കി. എനിക്ക് ശേഷം അതും ഇല്ലാണ്ടാവും എന്നുള്ള സ്ഥിതിയായിപ്പോ. എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതൊക്കെ ചില്ലുകൂട്ടിലെ കാഴ്ചവസ്തുക്കളാകും. ഉദയപുരം കൊട്ടാരം കാഴ്ചബംഗ്ലാവാകും. അതിനിടവരുത്തല്ലേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാ പരദേവതകൾ ഇങ്ങനെ ഒരു മാർഗം തെളിയിച്ചത്. ഇനി രാമവർമ്മയുടെയും മകളുടെയും സമ്മതം കൂടി ആവശ്യമുള്ളൂ. എനിക്ക് സമ്മതാണ്, 100 വട്ടം സമ്മതാണ്. മകള് രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നല്ലേ ഏതച്ഛനും ആഗ്രഹിക്കൂ. ഇതിപ്പോ ശരിക്കും രാജകുമാരി ആവുമല്ലേ? പക്ഷേ മായ, അവളോട് ഞാനിതൊന്നും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു പരച്ചടിയിലാണല്ലോ, മനസ്സിലാക്കിച്ചെടുക്കാൻ ഇത്തിരി സാവകാശം വേണം. രാമവർമ്മ കരുതുന്നത് പോലെ ഒരു പറിച്ചടലിന്റെയോ വേർപാടിന്റെയോ ഒന്നും ആവശ്യമില്ല. മായയെ ദത്തുപുത്രിയായി ഈ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കുറെ വസ്തുവകൾക്ക് അവൾക്ക് കൊടുക്കാനുണ്ട്. അതിലൊരു കൊട്ടാരവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ കൊട്ടാരത്തിൽ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ അവൾക്ക് കഴിയാം. പിന്നെ ആചാരമനുസരിച്ചുള്ള ചില ചടങ്ങുകൾ, ചില നിയമങ്ങൾ, ജീവിതത്തിൽ കുറെ കൂടെ ചിട്ടകൾ, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞോളൂ, എന്താണെങ്കിലും പറയാം. വേറൊന്നുമില്ല, വിവാഹം രാജവംശത്തിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിക്ക് ചേരുന്ന ബന്ധം തന്നെ വേണമല്ലോ. എന്താ അതിനെന്തെങ്കിലും തടസ്സം? ഏയ്, തടസ്സമൊന്നുമില്ല. എന്നാലും രാമവർമ്മയ്ക്ക് ആരോടെങ്കിലും ആലോചിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ആവാം. ഉണ്ട്, അടിയനൊരാളോടൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. മധുരിക്കുന്ന അങ്ങോട്ട് ഇറക്കുക, കഴിക്കുന്നത് അപ്പാടെ തുപ്പുക, അത്രേ വേണ്ടൂ. അപ്പൊന്റെ മായുടെയും കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. അത് ഓർക്കുമ്പോഴല്ലേ നിനക്ക് എനക്കേടുള്ളൂ. അപ്പൊ ഓർക്കണ്ട, കഴിഞ്ഞില്ലേ? ആളിയൻ ഇങ്ങനെ ആനയുടെ ദേഹത്ത് ബയക്കുവടി പൊട്ടിക്കണ പോലെ സംസാരിച്ചങ്ങനെ. ആനയുടെ ദേഹത്തല്ല, ആളിയന്റെ ദേഹത്താ പൊട്ടിക്കേണ്ടത്. സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മഹാവാക്യം പടിവാതിക്ക് വന്ന് നിൽക്കുമ്പോ അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കൊണ്ട് കൂടിയാലോചനയ്ക്ക് നിൽക്കുക. ഉദയപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്ര കോടിയാണെന്ന് അറിയാമോ? അതിന്റെ അനന്തരാവകാശിയായിട്ടാ മായ വരാൻ പോണത്. ഇതൊന്നും അറിയാൻ പാടില്ലാണ്ട് അല്ല അളിയ. ഇതൊക്കെ പറഞ്ഞ അപ്പു സമ്മതിക്കൂ? സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇങ്ങോട്ട് പറ, ഞാൻ ചെയ്യാം.